തോമാസ് ശ്ലീഹായുടെ ഭാരത സന്ദർശനം AD 52 നമുക്കറിയാം. തോമാസ് ശ്ലീഹാ തൻ്റെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രേക്ഷിത യാത്ര മധ്യേ മലയാറ്റൂരോടുകൂടി കടന്നുപോയിട്ടുണ്ടെന്നും ആ പോകുന്ന സമയത്ത് മലയാറ്റൂർ വീടുകളിൽ കഴിയും, പ്രത്യേകിച്ച് അദ്ദേഹം ഈ മലമുകളിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നാണ്. തോമാസ് ശ്ലീഹാ ഇവിടെ മലയാറ്റൂർ പ്രദേശത്ത് കുറച്ച് വീട്ടുകാരെ മാമോദീസമൊക്കെ ആയിട്ടും ചരിത്രത്തിൽ പറയുന്നുണ്ട്. തോമാസ് ശ്ലീഹാ മലയാറ്റൂർ മലമുകളിൽ വന്ന് യാത്രാമധ്യേ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അടയാളമായിട്ട് പിന്നീട് അതിൻ്റെ സാക്ഷ്യം നമ്മൾ കണ്ടെത്തുന്നത് പ്രധാനമായും ഈ മലമുകളിലുണ്ടായ സ്വർണ്ണപ്രഭയുള്ള ഒരു കുരിശടയാളമാണ്. ഇവിടെ വരയാടുകൾ ആ കാലഘട്ടത്തിൽ കൂടുതലുണ്ടായിരുന്നു. മലവേടന്മാർ മലമുകളിൽ വിറക് കളക്ട് ചെയ്യാനും മറ്റുമായിട്ട് മലമുകളിൽ വന്നപ്പോൾ ഈ സ്വർണ്ണപ്രഭയുള്ള കുരിശ് പാറപ്പുറത്ത് തിളങ്ങുന്നതായിട്ട് കണ്ടു. അതാണ് ഈ മലമുകളിലേക്ക് തീർത്ഥാടകരെ ആകർഷിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ചരിത്ര സംഭവമായിട്ട് പറയുക. അപ്പോൾ അത് കണക്കാക്കപ്പെടുന്നത് വിശ്വാസം ഇതാണ്. തോമാസ് ശ്ലീഹാ തൻ്റെ പ്രാർത്ഥനാവേളയിൽ ഈ പാറപ്പുറത്ത് മുട്ടുകുത്തി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം മാർത്തോമാസ് ശ്ലീഹാ കുരിശ് പാറപ്പുറത്ത് വരച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ കുരിശാണ് പൊൻകുരിശ് എന്നുള്ള ഒരു വിശേഷണം. പൊൻകുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറയുന്ന ഈ പൊൻകുരിശിൻ്റെ ആവിർഭാവം ഈ ഒരു ഐതിഹ്യത്തിൽ നിന്നാണ്.